ചാപ്റ്റർ അറിയാമോ ഇല്ല? ലോസ് ഓഫ് മോഷൻ. ഈ ചോദ്യം അനാവശ്യമല്ലേ സാർ? അറിയാമോ അല്ലേ? ലോസ് ഓഫ് മോഷൻ എന്തൊക്കെയാ പഠിച്ചതെന്നെങ്കിലും ഓർമ്മയുണ്ടോ? പോരട്ടെ പോരട്ടെ, എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. മറ്റേ ഏത് മറ്റേ? പോരട്ടെ, തള്ളാണ്, പോരട്ടെ. പുട്ടാണോ രാവിലെ കഴിച്ചേ? പിന്നെ പോരട്ടെ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ, അത്രയൊക്കെങ്കിലും ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. വാട്ട് യു മീൻ ബൈ ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്? എന്താണ് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും? പെട്ടെന്ന്, ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. ലെങ്തി ചാപ്റ്ററാണ്. നമുക്ക് പ്ലസ് 1 പഠിക്കാനുള്ള ഇല്ല, അതിൽ ചുരുക്കി പറയാൻ നമുക്കറിയാം. ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ മോഷൻ, ഫ്ലൂയിഡ്സ്, നല്ല ലെങ്തി ചാപ്റ്റേഴ്സാണ്. അങ്ങനെയൊക്കെ ചാപ്റ്റർ ഉണ്ടല്ലേ? ഓക്കെ, നോക്കാം. ഒരു ഒബ്ജക്റ്റിലേക്ക് ഇവിടുന്ന് 5 ന്യൂട്ടൺ ഫോഴ്സും ഇവിടുന്ന് 5 ന്യൂട്ടൺ ഫോഴ്സും കൊടുത്താൽ ഈ ഒബ്ജക്റ്റിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0. ഇതിനെ വിളിക്കുന്നതാണ് ബാലൻസ്ഡ് ഫോഴ്സ്. ഇങ്ങനെ ബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. പറ്റുമോ? ഈ മേശയിൽ അങ്ങോട്ട് ഒരാൾ 5 ന്യൂട്ടൺ കൊടുക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ഒരാൾ 5 ന്യൂട്ടൺ കൊടുക്കുന്നു, രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ? ക്ലിയർ? ഓക്കെ. അതേസമയം ഒരു ഒബ്ജക്റ്റിലേക്ക് ഞാൻ ഇവിടുന്ന് 8 ന്യൂട്ടൺ ഫോഴ്സും ഇവിടുന്ന് വേറൊരാൾ 5 ന്യൂട്ടൺ ഫോഴ്സും കൊടുത്താൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അല്ലേ? നെറ്റ് ഫോഴ്സ് എത്ര വരും ഇവിടെ? നെറ്റ് ഫോഴ്സ് എത്ര വരും? ഇതിന്റെ എഫക്റ്റീവ് ഫോഴ്സ് എത്ര വരും ഇവിടെ? 3 അല്ലേ? ആണോ? 8 അങ്ങോട്ടും 5 ഇങ്ങോട്ടും വന്നാ ക്യാൻസൽ ചെയ്യേ. എത്ര വരും? 3. അപ്പൊ നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ട് 3 ന്യൂട്ടൺ കിട്ടില്ലേ? അത് 0 അല്ലല്ലോ. ഇതിനെ വിളിക്കുന്നതാണ് അൺബാലൻസ്ഡ്. അപ്പൊ എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ്? ഇതൊക്കെ ക്വസ്റ്റ്യനിലെ വേർഡുകളാണ്. അത് അറിയാൻ മേലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എത്ര എന്നാ മീനിങ്? 0. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 എന്ന് അറിഞ്ഞിരിക്കണം. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0, ഏത് വാല്യൂ വേണേലും വരാം. ക്ലിയർ? അങ്ങനെ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. ആ സമയത്ത് അതിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. അപ്പൊ ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് വാട്ട്? ക്വസ്റ്റ്യനിലെ വേർഡുകൾ ശ്രദ്ധിക്കണം. ഇക്വിലിബ്രിയം എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാവണം? നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പൊ ഞാൻ പറയാണ് F1 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അവിടെ ഉണ്ട്, 5 ആണ്, പക്ഷെ ഇക്വിലിബ്രിയം ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. ചിന്തിക്ക്. ഒരു F1 ഫോഴ്സ് ഉണ്ട്, അത് 5 ന്യൂട്ടൺ ആണ്, പക്ഷെ അത് ഇക്വിലിബ്രിയം ആണ്. അവിടെ ഒരു F2 ഫോഴ്സ് ഉണ്ട്, അതിനെ ക്യാൻസൽ ചെയ്യാൻ. കിട്ടിയോ? ഓക്കെ, ഈ രീതിയിൽ ചിന്തകൾ പോവുക. ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ് വേണോ അൺബാലൻസ്ഡ് ഫോഴ്സ് വേണോ? വേണ്ടേ? ഉറപ്പായില്ലേ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞേ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, every body continues in a state of rest or uniform motion until it is compelled by an external unbalanced force. അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം. ബാലൻസ്ഡ് ഫോഴ്സ് കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഞാൻ ലോ എന്നും പഠിപ്പിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ ധരിക്കുന്നു, അല്ലേ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയുടെ വേറൊരു പേരെന്താ? ലോ ഓഫ് ഇനേർഷ്യ. ഒരു ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് മീൻസ് അവസ്ഥ, റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിലാണെങ്കിൽ, ഇത് റെസ്റ്റ് എന്ന് പറഞ്ഞ അവസ്ഥയിലല്ലേ, ആ റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഇതിനെ മാറ്റണമെങ്കിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം. ശരിയല്ലേ? അത്രേ പറഞ്ഞുള്ളൂ. അതാ ഫസ്റ്റ് ലോ. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഈ അവസ്ഥയിൽ തന്നെ തുടരും. ഈ അവസ്ഥയിൽ തന്നെ തുടരും. എപ്പ വരെ? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കിട്ടുന്നത് വരെ. ഫസ്റ്റ് ലോ ക്ലിയർ അല്ലേ? സോ എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ
until it is compelled by an external unbalanced force. ഓക്കെ, ഈ ലോയെ പറയുന്ന പേരാണ് ലോ ഓഫ് ഇനേഷ്യ. സോ വാട്ട് യു മീൻ ബൈ ഇനേഷ്യ? അടുത്ത വേർഡ്. ഞാൻ ലോ പഠിപ്പിച്ചൊക്കെ നിർത്തി, ലോ എല്ലാം പഠിപ്പിച്ചത്, ലോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് ഇനേഷ്യ? എന്താണ് ഇനേഷ്യ? ഇനേഷ്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ഫിസിക്കലി കാണിച്ചു തരാൻ പറ്റില്ല. ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഒരു ഒബ്ജക്റ്റിനുള്ള പ്രോപ്പർട്ടിയാണ്. ഇനി ഒരു ഒബ്ജക്റ്റിന് ശ്രദ്ധിച്ചോ, ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ചാർജ്? +2 എക്സാം കഴിഞ്ഞ് വന്നിരിക്കുന്ന കുട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത്, വാട്ട് യു മീൻ ബൈ ചാർജ്? +2 ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താ? +2 എക്സാം ഇപ്പൊ കഴിഞ്ഞോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. വാട്ട് വി മീൻ ബൈ ഇലക്ട്രിക് ചാർജ്? ചാർജ് ഈസ് എ പ്രോപ്പർട്ടി. അത് കാണിച്ചു തരാൻ പറ്റില്ല, അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും, ഫിസിക്കലി കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യൻ സത്യസന്ധനാണ് എന്ന് പറഞ്ഞാൽ ആ സത്യസന്ധത എന്ന് പറയുന്നത് അയാളുടെ പ്രോപ്പർട്ടിയാണ്. അതെനിക്ക് ഫിസിക്കലി കാണിച്ചു തരാൻ പറ്റില്ല. ഇതാണ് സത്യസന്ധത, അങ്ങനെ എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷേ സത്യസന്ധത ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാവുന്ന എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ? ഒരാൾ സത്യസന്ധനാണെങ്കിൽ ആ എഫക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ, അതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, അയോൺസ്. +2 ക്ലിയർ ആയോ? അത് നമുക്ക് അന്നേരം വരാം, +2 എടുക്കാം. ഇപ്പൊ നമുക്ക് നോക്കാം, ഇതേപോലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആര്? ഒരു പ്രോപ്പർട്ടിയാണ് ആര്? ഇനേഷ്യ. അത് ഫിസിക്കലി കാണിച്ചു തരാൻ പറ്റില്ല. ഇനി എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഇനേഷ്യ ഉണ്ട്. മാസ് ഉണ്ടോ? അവിടെ എന്തുണ്ട്? ഇനേഷ്യ. സോ മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേഷ്യ. നോട്ട് ചെയ്യുക, മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേഷ്യ. മെഷർ ഓഫ് ഇനേഷ്യ. മാസ് ഉണ്ടെങ്കിൽ ഇനേഷ്യ ഉണ്ട്. മാസ് ഉണ്ടെങ്കിൽ ഇനേഷ്യ ഉണ്ട്. അപ്പൊ ഈ പെന്നിന് ഇനേഷ്യ ഉണ്ടോ? ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോണത്. ഇതിന് ഇനേഷ്യ ഉണ്ടോ ഇല്ലയോ? ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഇതിന് മാസ് ഉണ്ടോ നോക്കിയാൽ മതി. മാസ് ഉണ്ടെങ്കിൽ ആരുണ്ട്? അപ്പൊ ഇതിന് ഇനേഷ്യ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ ചെയറിന് ഇനേഷ്യ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരു ഇലക്ട്രോണിന് ഇനേഷ്യ ഉണ്ടോ ഇല്ലയോ? ഒരു ഇലക്ട്രോണിന് ഇനേഷ്യ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കാരണം ഇലക്ട്രോൺ എന്തുണ്ട്? മാസ് ഉണ്ട്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഇനേഷ്യ ഉണ്ടോ ഇല്ലയോ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ചാപ്റ്റർ പഠിച്ചതല്ലേ +2? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, റേഡിയേഷൻസ് അല്ലേ? അതിന് ഇനേഷ്യ ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതിന് മാസ് ഇല്ല. അപ്പൊ മാസമുള്ള സാധനങ്ങൾക്കെല്ലാം എന്തുണ്ട്? മാസമുള്ള സാധനങ്ങൾക്കെല്ലാം എന്തുണ്ട്? ഇനേഷ്യ ഉണ്ട്. ഇനി അടുത്ത എൻ്റെ ചോദ്യം, ഈ മാർക്കറിനാണോ ആ ടേബിളിനാണോ ഇനേഷ്യ കൂടുതൽ? ടേബിൾ. എങ്ങനെ പറഞ്ഞു? യെസ്. മാസ് എവിടെ കൂടുതലോ അവിടെ ഇനേഷ്യയും കൂടുതലായിരിക്കും. മാസ് കുറഞ്ഞാൽ ഇനേഷ്യയും കുറവ്. അതാണ് മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേഷ്യ എന്ന് എഴുതി വെച്ചേക്കണത്. കിട്ടിയോ? പറഞ്ഞ അത്രയും മനസ്സിലായില്ലേ? ഓക്കെ. തൽക്കാലം ഫസ്റ്റ് ലോയിൽ നമ്മൾ നിർത്തുന്നു. മാസ് കൂടിയാൽ ഇനേഷ്യ കൂടും, മാസ് കുറഞ്ഞാൽ ഇനേഷ്യ കുറയും. എന്താണ് ഇനേഷ്യ എന്ന് വെച്ചാൽ? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വിശ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു. സാധാരണ നമുക്ക് മനസ്സിലാൻ ഫിസിക്സ് ഒന്നും അറിയില്ല. സാധാരണ നമ്മൾ പറഞ്ഞാൽ മടി. മടി. ഈ മടിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ചുമ്മാ നമ്മുടെ സാധാരണ ഭാഷ നമ്മളങ്ങ് പറയുകയാണ്, മടി. ഇതവിടെ ഇരുന്നാൽ ഈ മടി അല്ലെങ്കിൽ കഴിവില്ലായ്മ, നമ്മളൊരു സാധനത്തിൻ്റെ കഴിവില്ലായ്മ എന്ന് പറയില്ലേ, അതാണ് ഇനേഷ്യ. ഈ ചെയറിന് സ്വന്തമായിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാൻ കഴിവുണ്ടോ ഇല്ലയോ? ആ കഴിവില്ലായ്മയെ വിളിച്ച പേരാണ് ഇനേഷ്യ. മനസ്സിലായോ? അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമുണ്ട്. സ്വയം കഴിവില്ല. ക്ലിയർ? അപ്പൊ സ്വയം കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഈ ഫാൻ ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പർട്ടിക്കുലർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സ്വയം കഴിവില്ല സ്പീഡ് കൂട്ടാനോ സ്പീഡ് കുറയ്ക്കാനോ. സ്വയം കഴിവില്ല. ആ കഴിവില്ലായ്മയാണ് അവിടുത്തെ ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേണം അത് റെഗുലേറ്റർ വഴി മാറ്റാൻ. കറങ്ങുന്നതായതുകൊണ്ട് അതിനെ റൊട്ടേഷണൽ ഇനേഷ്യ എന്ന് വിളിക്കും.
ദാറ്റ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അങ്ങനെ വേർഡ് കേട്ടിട്ടുണ്ടോ? മൊമെന്റ് ഓഫ് ഇനേഷ്യ, റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, എനിവേ, ഇനി എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോ? ന്യൂട്ടൺ സെക്കൻഡ് ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് എഴുതി കഴിഞ്ഞാൽ F ഈക്വൽ ടു, ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു സാധനം, dp/dt. F ഈക്വൽ ടു dp/dt. വാട്ട് യു മീൻ ബൈ P? P എന്താ? ലീനിയർ മൊമെന്റം. എന്താ ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ? മാസ് ഇൻറ്റു വെലോസിറ്റി. അങ്ങനെ എന്താണെന്നൊന്നും പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് മാസ് ഇൻറ്റു വെലോസിറ്റി തൽക്കാലം അങ്ങനെ ഓർത്തു പോവുക. ഇറ്റ്സ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഒരു എഫക്റ്റാണ്, ഫോഴ്സ് തരുന്ന ഒരു എഫക്റ്റാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് തരുന്ന ഒരു എഫക്റ്റാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം അത്രയും നോട്ട് ചെയ്ത് വയ്ക്കാം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ ഈ മാർക്കർ വെച്ച് ഈ കയ്യിലേക്ക് ഇട്ടാൽ, മാറ്റരുത്, കയ്യിലേക്ക് ഇട്ടാൽ ആ കയ്യിലൊരു എഫക്റ്റ് ഉണ്ടായോ ഇല്ലയോ? നമ്മൾ കണ്ണടച്ചിരിക്കാന്ന് ചെയ്യുക, കയ്യിലേക്ക് ഒരു മാർക്കർ ഇടുന്നു, കൈക്കൊരു എഫക്റ്റ് ഉണ്ടായോ ഇല്ലയോ? ഉണ്ടായോ ഇല്ലയോ? ഉണ്ട്. ഈ മാർക്കറിന് പകരം വലിയ മാസമുള്ളൊരു സാധനം കൊണ്ട് കയ്യിലേക്ക് ഇട്ടാലോ, ഹെവി മാസമുള്ളൊരു സാധനം കയ്യിലേക്ക് കൊണ്ടിട്ടാലോ എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? എവിടെയാ എഫക്റ്റ് കൂടുതൽ? മാസ് കൂടുമ്പം എഫക്റ്റ് കൂടിയോ? സോ മാസ് കൂടുന്നതനുസരിച്ച് അവിടുത്തെ എഫക്റ്റും കൂടി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇത് തന്നെ ഹൈ വെലോസിറ്റിയിൽ കൊണ്ടിട്ടാലോ? അത് ചോക്ക്, വെലോസിറ്റി സ്ലോയിൽ ഇടുന്നതും വളരെ ഫാസ്റ്റ് ആയിട്ട് ഇടുന്നതും. ഞാൻ ഈ മാർക്കർ പതുക്കെ കയ്യിലൊണ്ടിടുമ്പോൾ ഉള്ള എഫക്റ്റ് അല്ല എറിയുമ്പോൾ. ആണോ അല്ലയോ? ശരിയല്ലേ? അപ്പോൾ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് അവിടുത്തെ എഫക്റ്റ് കൂടും. സോ ആ എഫക്റ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചൊന്ന് എഴുതിക്കേ. P പ്രൊപ്പോർഷണൽ ടു mv. എമ്മും വിയും ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ME. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണ് P ഈക്വൽ ടു ME വന്നത്. ഇതാണ് ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മൊമെന്റം എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് ആണ്. ഇതൊക്കെ ഡെറിവേഷന്റെ പാർട്ടുകളാണ്, അതൊന്ന് നോട്ട് ചെയ്യേണ്ടത്. തൽക്കാലം P എന്താണെന്നറിയാം. P മീൻസ് വാട്ട്? ലീനിയർ മൊമെന്റം. മൊമെന്റം മീൻസ് വാട്ട്? എഫക്റ്റ് ഓഫ് ഫോഴ്സ്. എഫക്റ്റ് ആണ്, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റിനെ വിളിക്കുന്നവരാണ് മൊമെന്റം. മനസ്സിലായി? ഓക്കെ. ഇനി ഇതിനൊരു ഡെറിവേഷൻ സ്റ്റെപ്പ് ഉണ്ട്. പിയുടെ വാല്യൂ ME സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, അതൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ലാസ്റ്റ് എഫിന് ഒരു ഇക്വേഷൻ കിട്ടും. എന്താ? F ഈക്വൽ ടു MA. ഇവിടെയാണ് ആ ഇക്വേഷൻ വരുന്നത്, F ഈക്വൽ ടു MA. ഇത് ഒരു വിഭാഗമാണ്, തൽക്കാലം അത് പഠിക്കുക, F ഈക്വൽ ടു MA എന്നുള്ളത്. വേറെ ടേംസ് വരുന്നുണ്ട്, നമ്മൾ നോർമലി ഇത് ചെയ്തു പോവുകയാണ്, കോൺസ്റ്റന്റ് മാസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, എനിവേ ഞാൻ ഫുൾ ഡെറിവേഷനൊന്നും തരുന്നില്ല. ഇത്രയും ക്ലിയർ? ഇനി എന്താ തേർഡ് ലോ? ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ തേർഡ് ലോ? പോരട്ടെ. ന്യൂട്ടൺസ് തേർഡ് ലോ. To every action there is an equal and opposite reaction. അതെല്ലാവർക്കും അറിയാം. എന്താണ് ആക്ഷനും എന്താണ് റിയാക്ഷൻ? What do you mean by action? What do you mean by reaction? To every action there is an equal and opposite reaction. Action means what? Action means force. Reaction means force. So to every force there is an equal and opposite force. ഈ മാർക്കർ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചോ, ഈ മാർക്കർ താഴേക്ക് മൂവ് ചെയ്തോ ഇല്ലയോ? എന്തുകൊണ്ട് അത് താഴേക്ക് മൂവ് ചെയ്തു? ഡ്യൂ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ദാറ്റ് മീൻസ് ഇതിനൊരു വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ആണ്, mg. അനാ ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇതിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് താഴേക്ക് മൂവ് ചെയ്തു, ശരിയല്ലേ? എനിക്ക് വെയിറ്റ് ഇല്ലേ? ഉണ്ടോ? എൻ്റെ വെയിറ്റ് എത്രയാ? mg. ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും വെയിറ്റ് വെച്ചാൽ എത്രയാ? mg. ആ mg വെയിറ്റ് താഴേക്കല്ലേ ആക്ട് ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ താഴേക്ക് മൂവ് ചെയ്യുന്നില്ലല്ലോ. ഞാനിപ്പോൾ താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ലയോ? ഈ മാർക്കറിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? വെയിറ്റ് എത്രയാ? ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും വെയിറ്റ് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ചോദിച്ചാൽ എത്ര പറഞ്ഞോണം? mg. എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴേക്ക്. ഈ മാർക്കറിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എങ്ങോട്ട്? താഴേക്ക്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? താഴേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പൊ ഈ മാർക്കറിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? ടേബിളിന്റെ പുറത്തിരിക്കുമ്പോൾ ഈ മാർക്കറിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? വെയിറ്റ് പോയോ? എനിക്കിപ്പോൾ വെയിറ്റ് ഇല്ലേ? ഞാൻ അവിടെ കസേര ഇരുന്ന് എനിക്ക് വെയിറ്റ് ഇല്ലെന്നാണോ അർത്ഥം? വെയിറ്റ് ഉണ്ടോ ഇല്ലയോ?
ഉണ്ട്, അപ്പോഴും mg വെയിറ്റ് ഇല്ലേ? അപ്പൊ താഴേക്ക് ഒരു ഫോഴ്സ് ഇല്ലേ? പക്ഷെ അത് മൂവ് ചെയ്യുന്നുണ്ടോ? വൈ? മാർക്കർ ടേബിളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതിന്റെ വെയിറ്റ് ഫോഴ്സ് കൊടുത്താൽ ടേബിള് തിരിച്ച് മാർക്കറിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. മനസ്സിലാക്കുക? ടേബിള് തിരിച്ച് മാർക്കറിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ടേബിള് തിരിച്ചു കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് റിയാക്ഷൻ. മാർക്കർ അങ്ങോട്ട് കൊടുത്തതാണ് ആക്ഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഈ ഫ്ലോറിലേക്ക് കൊടുക്കുന്നത് ആക്ഷനും ഈ ഫ്ലോർ എനിക്ക് തരുന്നത് റിയാക്ഷനുമാണ്. സോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ടേബിൾ ആണെങ്കിൽ ഈ ടേബിളിന്റെ പുറത്ത് ഒരു ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ടേബിളിന്റെ പുറത്തൊരു ബുക്ക്, ഈ ബുക്കിൽ നിന്ന് താഴേക്ക് കിട്ടുന്നത് ആക്ഷൻ എന്ന് ഞാൻ വിളിച്ചാൽ ദാറ്റ് മീൻസ് ബുക്ക് ടേബിളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആക്ഷനും ടേബിള് തിരിച്ച് ബുക്കിലേക്ക് കൊടുക്കുന്നത് റിയാക്ഷനുമാണ്. So what is the angle between action and reaction? That is 180 degree. ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ഷൻ റിയാക്ഷൻ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180. നോട്ട് ചെയ്യണം. എന്തുകൊണ്ട് ആക്ഷൻ റിയാക്ഷൻ ക്യാൻസൽ ആകുന്നില്ല? രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? എന്തുകൊണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ആക്ട്സ് ഓൺ ടു ഡിഫറെന്റ് ബോഡീസ്. ഒറ്റ ബോഡിയിലല്ല. ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. നോട്ട് ചെയ്യേണ്ടത് മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. രണ്ട് സാധനം നോട്ട് ചെയ്യേണ്ടതുള്ളൂ ഇതിനകത്ത്. ആദ്യത്തെ, വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ? 180. നോട്ടിൽ എഴുതി വെച്ചോ. രണ്ടാമത്, എന്തുകൊണ്ട് ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ആകുന്നില്ല? ക്യാൻസൽ ആകുന്നില്ല എന്ന് ചോദിച്ചാൽ ആക്ഷൻ ആക്ട് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിലും റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് വേറൊരു ഒബ്ജക്റ്റിലുമാണ്. അതുകൊണ്ട് ക്യാൻസൽ ആവില്ല. രണ്ടും ഒരു ഒബ്ജക്റ്റിൽ തന്നെ വന്നാലേ ക്യാൻസൽ ആയി പോവുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത പറഞ്ഞോട്ടെ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഫോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ സമയം നോക്കിയതല്ല. ഫോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് കോണ്ടാക്ട് ഫോഴ്സസ് എന്നും പെട്ടെന്ന് ഒന്ന് നോൺ കോണ്ടാക്ട് ഫോഴ്സസ് എന്നും വിളിക്കുന്നു. എഴുതിപ്പൊക്കോണേ. അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ബബ്ബ അടിച്ചോണ്ടിരുന്ന +2 വരട്ടെ. +2ന്റെ ഒരൊറ്റ തിയറി ഞാൻ പറഞ്ഞു തരില്ല. ആർക്ക് വേണം നിങ്ങളുടെ തിയറി? ഇതല്ലേ ഇപ്പൊ മനസ്സിൽ ചിന്തിച്ചത്. എന്താ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ? +1 മടിച്ച് ഫുള്ള് പഠിച്ച് A+ കൂടി ഇരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ആണോ? പുറത്ത് പറയണ്ട കേട്ടോ നമുക്ക് A+ അങ്ങ്. എന്തിനാ സാർ A+? നോൺ കോണ്ടാക്ട് എന്നുള്ള വേർഡ് മീനിങ് എന്താ? കോണ്ടാക്ട് ഇല്ലാത്തത്. അപ്പൊ കോണ്ടാക്ട് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, അത്രേ ഉള്ളൂ. ഫിസിക്കൽ ടച്ച് ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് കോണ്ടാക്ട്. ഫിസിക്കൽ ടച്ച് ഇല്ലെങ്കിലും ഉണ്ടാകുന്ന ഫോഴ്സ് നോൺ കോണ്ടാക്ട്. ക്ലിയർ? മാഗ്നറ്റിക് ഫോഴ്സ് എഴുതണ്ട, കേട്ടിരിക്കും. മാഗ്നറ്റിക് ഫോഴ്സ് നോൺ കോണ്ടാക്റ്റാ. ഒരു മുട്ടസൂചി ഇവിടെ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു കാന്തമുണ്ട്, മാഗ്നറ്റ് ഉണ്ട്. ഇത് അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും കയറി പിടിക്കില്ലേ? അതോ മുട്ടസൂചി ടച്ച് ചെയ്താൽ മാത്രമേ പിടിക്കുള്ളൂ? ഇല്ല. സോ അവിടെ ആക്ട് ചെയ്ത മാഗ്നറ്റിക് ഫോഴ്സ് ഏത് ടൈപ്പാ? നോൺ കോണ്ടാക്റ്റാ. രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഇലക്ട്രിക് ചാർജ് +2 ഫസ്റ്റ് ചാപ്റ്റർ. ലൈക്ക് ചാർജസ് റിപ്പൽസ്, അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. അത് ടച്ച് ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. സോ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതൊക്കെ +2-ല്. +1-ൽ നമ്മൾ പഠിക്കുന്ന ഒരേ ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഏതാ? വെയിറ്റ്. സോ വെയിറ്റ് ഈസ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഓർത്തിരിക്കുക, ഒരു ഒബ്ജക്റ്റിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ മാർക്കർ ശ്രദ്ധിച്ചേ. ഈ മൊമെന്റിൽ അതിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? ഞാൻ ചോദിക്കുന്ന മൊമെന്റിൽ, ഈ മൊമെന്റിൽ അതിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? ഈ മൊമെന്റിൽ അതിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുകൊണ്ടല്ലേ അത് താഴേക്കുണ്ട്. ഇനി എവിടെ എത്താലും ഇതിന് വെയിറ്റ് ഇല്ലേ? ഉണ്ടോ? ഇപ്പൊ ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കേ. ഈ മൊമെന്റിൽ വെയിറ്റ് ഉണ്ടോ ഇല്ലയോ?
അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ടച്ച് ചെയ്യാത്തപ്പോഴും അതിന് വെയിറ്റ് ഉണ്ട്, ടച്ച് ചെയ്യുമ്പോഴും അതിന് വെയിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ടച്ച് ചെയ്യണം നിർബന്ധമില്ല, അതുകൊണ്ടാണ് അതിനെ നോൺ കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്. ഇനി കോണ്ടാക്റ്റിൽ നമ്മൾ ഏതൊക്കെയാണ് വരുന്നത്? 4 ഫോഴ്സാണ് നമ്മൾ പഠിക്കുന്നത് +1-ൽ. ഒന്ന് നോർമൽ റിയാക്ഷൻ, ഇങ്ങനെ ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ? ഇല്ല. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ടെൻഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ടെൻഷൻ ഉണ്ട് പക്ഷെ കേട്ടിട്ടില്ല. ഫ്രിക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ 4 കോണ്ടാക്ട് ഫോഴ്സസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കണം. സത്യം പറഞ്ഞാൽ ഈ 5 ഫോഴ്സസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയാൽ ഈ ചാപ്റ്റർ കഴിയും. അപ്പം മനസ്സിലായി? അറിയില്ല, കിട്ടിയോ? ഓക്കെ. അക്ക ഇക്ക വെക്കം പൊക്കോ. ഓപ്ഷൻസ് ABCD ആണോ? വിശക്കണ്ടോ? ഉണ്ടോ? കുറച്ചും കൂടി ഒന്ന് ആയിക്കോട്ടെ കേട്ടോ, നന്നായിട്ട് വിശക്കും. ഓക്കെ. അപ്പം ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 1-2 സാധനം പറയാം. ഓക്കെ. ഫുള്ള് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഒബ്ജക്റ്റിന് വെയിറ്റ് ഉണ്ടോ? ഏത് ഒബ്ജക്റ്റ് എടുത്താലും വെയിറ്റ് ഉണ്ടോ ഇല്ലയോ? ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എത്രയാ? mg. എങ്ങോട്ട് ആക്ട് ചെയ്യുന്നേ? എങ്ങോട്ട് ആക്ട് ചെയ്യണേ? എവിടുന്ന് ആക്ട് ചെയ്യണേ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് മാസ്. ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു സാധനം? റൊട്ടേഷൻ മോഷൻ എന്ന ടോപ്പിക്കാണ്. മനസ്സിലാവുണ്ടോ? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിന് വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് mg ആണ്. ആ mg എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും. ഞാൻ എവിടുന്ന് വരയ്ക്കണം? ഇത് ഇങ്ങനെ വരച്ചാൽ മതിയോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഇങ്ങനെയല്ല വരയ്ക്കേണ്ട, അത് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് വേണം വരയ്ക്കാൻ. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? വരയ്ക്ക് വരച്ച് വയ്ക്കാനായി പറഞ്ഞത്. ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് എന്നെ മേടിച്ചു തന്നെ എല്ലാവരും കൂടി. എന്താ പറഞ്ഞോ? ഇപ്പോഴേ പിരിവിട്ട് തുടങ്ങിക്കോണം കേട്ടോ. നമ്മൾ അവസാനം കിടന്നോ അങ്ങോട്ട്? നാളെ മുതൽ ക്ലാസ്സിൻ്റെ സൈഡിൽ 2 ബെഡ് കേട്ടോ, AC, കിടക്കാനൊക്കെ സൗകര്യം വേണം ഞങ്ങൾക്ക്. ക്ലാസ് കഴിയുമ്പോൾ എനിക്കെല്ലാം മേടിച്ചു തരുമോ? ലാസ്റ്റ് ക്ലാസ് നമ്മൾ ആഴ്ചക്ക് ഇത്രയും ദിവസം ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഈ പണ്ടാരം ഒന്ന് പോയി തന്നല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. മേടിച്ചു തരുമോ? ഒരു ഡയറി മിൽക്ക് എങ്കിലും മേടിച്ചു തരുമോ? ഇല്ല, ഉറപ്പായിട്ടേ പറഞ്ഞു ഇല്ല. ഞാൻ ഇത്രയും പേർക്ക് മേടിച്ചു കൊടുക്കണേക്കാളും എളുപ്പമാണ് നിങ്ങൾ എല്ലാവരും കൂടി ഒരു 50 രൂപ വെച്ച് പിരിവിട്ടാൽ എൻ്റെ കൊച്ചിന് 2 ഡയറി മിൽക്ക്, എൻ്റെ ഷർട്ട് പഴയതായി, അപ്പോൾ ഒരു നല്ല ഷർട്ട്. എന്താ സ്പ്രിംഗ് ഫോഴ്സ്? പൊന്നെ, ജീവിച്ച് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അല്ലേ? എന്താ സ്പ്രിംഗ് ഫോഴ്സ്? സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആർക്കെങ്കിലും അറിയാം? സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാൻ പറയുന്നത് ക്ലിയർ ആയോ? പറയുന്ന ടോപ്പിക്കുകളെല്ലാം ക്ലിയർ ആയോ? ഓക്കെ പറഞ്ഞേ. സ്പ്രിംഗ് ഫോഴ്സ് നോക്കാം. ഇക്വേഷൻ ഇതാണ്, F=kx. ഇങ്ങനൊരു സാധനം പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, നോക്കാം. കോൺസെപ്റ്റ് ശ്രദ്ധിച്ചോ? പെട്ടെന്ന് ശ്രദ്ധിച്ചോ. നമ്മളൊരു സ്പ്രിങ് എടുക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കണേ. ഒരു സ്പ്രിങ് എടുക്കുന്നു. ഈ സ്പ്രിങ്ങിലേക്ക് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാൻ ഈ ഭിത്തിയിൽ ഒരു സ്പ്രിങ് പിടിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് വലിച്ചാൽ എന്ത് സംഭവിക്കും? എലോങ്ങേഷൻ, വലിയും അല്ലേ? യെസ്, ശ്രദ്ധിച്ചോ? ദാറ്റ് മീൻസ് അവിടെ ഇത്രയും എലോങ്ങേഷൻ സംഭവിച്ചു. എക്സ് നേരത്തെ ഉള്ളതിനെയാണ് ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് വലിഞ്ഞു വരും. ആ എത്രത്തോളം വലിഞ്ഞോ അതാണ് എക്സ്. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഇനിയും ഫോഴ്സ് കൊടുത്താലോ? ഫോഴ്സ് ഞാൻ കൂട്ടിയാലോ? കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ കൂടുതൽ വലിയും. ദാറ്റ് മീൻസ് എക്സ് കൂടും. ആണോ അല്ലയോ? അപ്പൊ എഫ് കൂട്ടിയാൽ എക്സ് കൂടും. ദാറ്റ് മീൻസ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. അപ്പൊ എഫ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് എഫ് ഈക്വൽ ടു kx. കിട്ടി? കോൺസെപ്റ്റ് അതാണ്. ഈ k എന്ന് പറയുന്ന സാധനത്തിന് പറയുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്.
കെ കണ്ടുപിടിക്കണത് ഇതിൽ നിന്ന് തന്നെ f/x തൽക്കാലം എഴുതാം. ഇനി എന്താണ് ഈ സാധനം? പെട്ടെന്ന് ചെറിയ ടോപ്പിക് ഇതൊക്കെ. എന്താണ് ഈ സാധനം? ഈ കെ എന്ന് പറഞ്ഞ സാധനത്തിന്റെ പേരെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്പ്രിംഗ് കോൺസ്റ്റന്റ്. എന്താണ് ആ സാധനം? സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ സ്പ്രിംഗ് ഉള്ള പെന്നുണ്ടോ കയ്യിൽ? സ്പ്രിംഗ് ഇങ്ങനെ എല്ലാം ക്യാപ്പുള്ള ഇങ്ങനത്തെ പെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞേ അല്ലേ? അതിനൊരു സ്പ്രിംഗ് ഇല്ലേ അല്ലേ? ആ സ്പ്രിംഗ് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അല്ലേ കംപ്രസ് ചെയ്യാം, ഈസിയാണ്. പക്ഷെ ചില സ്പ്രിങ്ങുകൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ ഞെങ്ങൂളൂ. അപ്പം നമ്മൾ പറയും, ക്ലിയർ ആവണ്ട ഞാൻ പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ചില സ്പ്രിങ്ങുകൾ നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്താലേ അത് ഞെങ്ങൂളൂ, ചിലത് നമുക്ക് ഈസി ആയിട്ട് പറ്റും. നമുക്ക് സാധാരണ ഭാഷയിൽ പറയും മറ്റേത് കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്, മറ്റേത് കുറച്ചും കൂടി സ്റ്റിഫാണ്. നമ്മൾ ബോഡി എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ സ്റ്റിഫാവും, ബോഡി എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആവും. മനസ്സിലായോ? അപ്പോൾ സ്റ്റിഫ്നെസ് കൂടുക, അതാണ് കെ. അപ്പോൾ കെയുടെ വാല്യൂ കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് കൂടി എന്നാണ്. അപ്പോൾ സ്റ്റിഫ്നെസ് കൂടിയാൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഫോഴ്സ് ആലോചിക്കുക. സ്റ്റിഫ്നെസ് കൂടിയാൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഫോഴ്സ് കൂടും. അപ്പൊ കെ കൂടിയാൽ ക്ലിയർ അപ്ലൈ ആണ് എവിടെയാണ്? കെ കൂടുന്നതനുസരിച്ച് അവിടെ ആ സ്പ്രിങ്ങിനെ വലിക്കണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ മോർ ഫോഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കെ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ടെക്സ്റ്റ് പഠിക്കുന്ന വേർഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഇതിന്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിഫ്നെസ്. നോട്ട് ചെയ്ത് വെച്ചോണം, സ്റ്റിഫ്നെസ്. ഏകദേശം ഒരു ഐഡിയ കിട്ടി. സ്പ്രിംഗ് കിട്ടി. ഇനി ഈ സ്പ്രിംഗ് ഞാൻ വലിച്ചു വിട്ടാൽ എന്ത് സംഭവിക്കും? തന്നെ പൊക്കോളും. തന്നെ പോകല്ല, ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ നിൽക്കണ്ട, വേണോ? ഇല്ല. അപ്പൊ തന്നെ പോകണമെങ്കിൽ അങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ലേ? ദാറ്റ് ഈസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. കേട്ടിട്ടുണ്ട്? സോ അതിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ എന്ത് വേണം? ഇത് F = kx ആണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? F = -kx. തിരിച്ച് അതേ ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. F = -kx. റീസ്റ്റോറിംഗ് ഫോഴ്സ്. വേർഡുകളെല്ലാം ക്ലിയർ ആണോ? ഓക്കെ, മാച്ചോട്ടെ. ഇപ്പൊ വിടാം. എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ? ടെൻഷൻ ഇതുകൂടി പറഞ്ഞിട്ട് വിടാം. എന്തായാലും വന്നതല്ലേ, വണ്ടിക്കൂലിയൊക്കെ മുടക്കി വന്നതല്ലേ അല്ലേ? അടുത്ത ക്ലാസ് മുതൽ കട്ടിലൊക്കെ അറേഞ്ച് ചെയ്യാം, ഒരു ബെഡ്, കട്ടില്, കുട്ടികൾക്ക് കിടക്കാനുള്ള സൗകര്യം. ഓക്കെ, എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ? എന്താ കേട്ടിട്ടുണ്ടോ ടെൻഷൻ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്. മസ്റ്റ് ബി ഓൺ എ സ്ട്രിങ്. സ്ട്രിങ് എന്ന് വെച്ചാൽ എന്താ? സ്ട്രിങ്, വള്ളി. ഒരു വള്ളിയില്ലേ, വള്ളി, അഴ, തുണിയൊക്കെ ഇടുന്ന അഴയില്ലേ? ഒന്ന് ആലോചിക്കേ. ഇവിടുന്ന് ഒരു അഴ കെട്ടിയേക്കുക. ആ അഴ കെട്ടിയിട്ട് ഞാൻ കുറച്ച് തുണി ഇടുമ്പോൾ ആ അഴയ്ക്കൊരു വലിവ് സംഭവിക്കില്ലേ? ഒരു വലിച്ചിൽ. ആ വലിച്ചിലാണ് ടെൻഷൻ. ഞാനിവിടെ ഒരു കയറ് കെട്ടി ഇങ്ങനെ വെറുതെ ഇട്ടേക്കാണ്. പേടിക്കണ്ട, തൂങ്ങൂല. ഒരു കയറിങ്ങനെ വെറുതെ കെട്ടിയിട്ടേക്കാണ്. കയറിങ്ങനെ ലൂസായിട്ടിട്ടേക്കാണ്. ക്ലിയർ ആയോ? ഒരു കയറ് ഇവിടെയും കെട്ടിയിട്. അപ്പോൾ ഒരു കയറ് ഇത് ഒരു കയർ ഇവിടെ കെട്ടിയിട്ടേക്കണം, ഒരു സ്ട്രിങ്. ഓക്കെ അല്ലേ? അത് വെറുതെ ഇങ്ങനെ തളർന്ന് കിടക്കുമല്ലേ? ദാറ്റ് മീൻസ് ലൂസ് സ്ട്രിങ്. ലൂസ് സ്ട്രിങ്ങിന്റെ ടെൻഷൻ 0 ആണ്. നോട്ട് ചെയ്യണം, അവിടെ വലിച്ചിലൊന്നുമില്ല. ലൂസ് സ്ട്രിങ് ആണെങ്കിൽ ടെൻഷൻ എത്രയാണ്? 0 ആണ്. അതേസമയം ഞാൻ ഈ കയറിൽ പിടിച്ചൊന്ന് വലിച്ചേ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു ബക്കറ്റ് നിറച്ച് വെള്ളമായിട്ട് ഇവിടെ ഒന്ന് കെട്ടിയിട്ടേ, ഈ താഴെ ഒന്ന് കെട്ടിയിട്ടേ, അപ്പൊ ആ കയറൊന്ന് വലിഞ്ഞു നിൽക്കും. റബ്ബർ ബാൻഡ് പോലെ വലിയൊന്നല്ല ഞാൻ പറയണത്, അങ്ങനെ ഒരു ഭയങ്കര എലോങ്ങേഷൻ ഒന്നും അല്ല പറയണത്. നമുക്ക് പക്ഷെ കാണുമ്പോൾ അറിയാം ഇങ്ങനെ സ്ട്രെച്ചായി നിൽക്കുകയാണ്. മനസ്സിലായോ? അതിനെ പറയുന്ന പേരാണ് ടെൻഷൻ.
കിട്ടിയോ? അപ്പോ ടെൻഷൻ വരണമെങ്കിൽ സ്ട്രിങ് മസ്റ്റ് ബി ടൈറ്റ്. പോയിന്റുകളാണ്. സ്ട്രിങ് മസ്റ്റ് ബി ടൈറ്റ്. ടൈറ്റ് ആയിരിക്കണം, ലൂസ് ആകാൻ പാടില്ല. ഇത്രയും കിട്ടി. ഇനി അടുത്തൊരു പോയിന്റ്, ടെൻഷൻ എന്ന് പറയുന്ന ഫോഴ്സ്, ഇതൊരു ഫോഴ്സാണ്, ഇതൊരു കോണ്ടാക്ട് ഫോഴ്സാണ് അല്ലേ? ഈ ടെൻഷൻ ഉപയോഗിച്ച് വി ക്യാൻ പുൾ ആൻ ഒബ്ജെക്ട്. സോ ഇറ്റ് ഈസ് എ പുള്ളിംഗ് ഫോഴ്സ്. ഇറ്റ് ഈസ് എ പുള്ളിംഗ് ഫോഴ്സ്. വി cannot push it. We cannot push it. We can pull. Pull means എന്താ? പുൾ. പുള്ളും പുഷും തമ്മിലുള്ള വ്യത്യാസം എന്താ? പുഷ് തള്ളുക, പുൾ വലിക്കുക. ഞാൻ ഈ ടേബിളിൽ ഒരു കയറ് കെട്ടിയെന്ന് വിചാരിക്കുക. ആ കയർ ഉപയോഗിച്ച് എനിക്ക് ടേബിളിനെ വലിക്കാം. പറ്റുമോ ഇല്ലയോ? ആ കയർ ഉപയോഗിച്ച് ഈ ടേബിളിനെ തള്ളാൻ പറ്റുമോ? പറ്റൂല. സോ വി കനോട്ട് പുഷ് ഇറ്റ്. ക്ലിയർ ആയോ? പറയുന്നത് മനസ്സിലായോ? സോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എ പുള്ളിംഗ് ഫോഴ്സാണ്. ലാസ്റ്റ് ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ അടുത്ത ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂഷൻ, അടുത്ത ക്ലാസ് വേറെ കുറെ പേര് വരും, അവർക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, നോക്കിക്കോളൂ. ശ്രദ്ധിച്ചിരുന്നോ? പെട്ടെന്ന് ക്ലിയർ ആക്കാം. ഇത് താഴെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? ശ്രദ്ധിച്ചിരിക്കും, പെട്ടെന്ന് നമ്മൾ ക്ലിയർ ആക്കി തരാം. തീർക്ക് ലാസ്റ്റ് 2-3 minutes. ഓക്കെ ഓക്കെ. ഇത് 5 കിലോഗ്രാം മാസാന്ന് വിചാരിക്കാം. 5 കിലോഗ്രാം മാസ് ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ടേക്കാണ്. ഈ 5 കിലോഗ്രാം മാസാണ്. മാസിന്റെ യൂണിറ്റ് എന്താ? മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? മാസും വെയിറ്റും രണ്ടാ. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? വെയിറ്റിന്റെ ഇക്വേഷൻ mg. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. വെയിറ്റ് ഒരു ഫോഴ്സാണ്. രണ്ട് ടൈപ്പ് ഫോഴ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. എല്ലാ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഈ 5 കിലോഗ്രാം മാസ് ഉള്ള സാധനത്തിന്റെ വെയിറ്റ് എത്രയാ? പറ മക്കളെ. 5 ന്യൂട്ടൺ ആണോ? ഇവിടുത്തെ മാസ് അല്ലേ 5 ആണോ? ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് mg അല്ലേ? അപ്പോ m എന്ന് പറഞ്ഞ 5ഉം ജിയുടെ വാല്യൂ എത്രയാ? 9.8. അപ്രോക്സിമേറ്റ്ലി 10 എന്ന് എടുത്താൽ ഇവിടുത്തെ വെയിറ്റ് എത്രയാ? വെയിറ്റ് എത്രയാ? 50 ന്യൂട്ടൺ. ഇത്രയും ക്ലിയർ ആയോ? 5 കിലോഗ്രാം മാസ് ഉള്ള സാധനത്തിന്റെ വെയിറ്റ് എത്രയാ? അപ്രോക്സിമേറ്റ്ലി 9.8 നമുക്ക് 10 എന്ന് എടുക്കാം തൽക്കാലം. പല ക്വസ്റ്റ്യനിലും 10 എടുത്തോളാൻ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ വെയിറ്റ് എത്രയാ? 50. ക്ലിയർ ആയില്ലേ? ഇനി ശ്രദ്ധിക്കണേ, ഈ 5 കിലോഗ്രാം മാസ് താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ നമ്മളിങ്ങനെ കെട്ടിയിട്ടേക്കുക. താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇല്ലല്ലോ. പക്ഷെ താഴേക്ക് വെയിറ്റ് ഇല്ലേ? പക്ഷെ എന്നിട്ടും താഴേക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ അതേ വെയിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ ആര് കിടപ്പുണ്ട്? മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ക്ലിയർ? ആ മുകളിലേക്കുള്ള ഫോഴ്സാണ് ഈ സ്ട്രിങ് വഴി കിടക്കുന്ന ടെൻഷൻ. അപ്പൊ താഴേക്ക് 50 ന്യൂട്ടൺ ആണെങ്കിൽ മുകളിലേക്ക് എത്ര തന്നെയായിരിക്കും? 50 ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ എത്രയാ ഇവിടെ? 50 ആണ്. ഇപ്പൊ ഏകദേശം ഐഡിയ വന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം പറഞ്ഞേ. ഇത് 3 കിലോഗ്രാം ആണെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ എത്രയാ? മനസ്സിലായില്ലേ? ഇവിടുത്തെ വെയിറ്റ് എത്രയാ? 30 ന്യൂട്ടൺ. mg ആലോചിച്ചാൽ മതി. ആ വാല്യൂ തന്നെയായിരിക്കണം ഇവിടെ പറഞ്ഞത്. നല്ല മൂവ് ചെയ്യാതിരിക്കുള്ളൂ. കിട്ടിയോ? മനസ്സിലായോ? ഉറപ്പായോ? കഴിഞ്ഞില്ല. ഇവിടെ ഒരു 3 kg, ഇവിടെ ഒരു 5 kg. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ എത്ര? ഇവിടുത്തെ ടെൻഷൻ എത്ര? എത്ര സ്ട്രിങ് ഉണ്ട്? 2. മനസ്സിലായോ? അങ്ങനെ 2 സ്ട്രിങ് ഉണ്ടെങ്കിൽ 2 ടെൻഷൻ കാണും. ചോദ്യം മനസ്സിലായില്ലേ? ഏറ്റവും സിമ്പിളാണ്, ഓർത്തിരിക്കുക. നമുക്കിത് ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യാം. ഇതൊന്നും വേണ്ട. പറഞ്ഞോട്ടെ, ഈ സൈഡ് എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം, എന്നിട്ട് ഇത് പറയാം. ഇതുകൂടി പറഞ്ഞ് തൽക്കാലം നമുക്ക് നിർത്താം. ഓക്കെ, എണീക്കട്ടെ. കിടന്ന ആളുകളൊക്കെ എണീക്കൂ. ഗെറ്റപ്പ്. വീട്ടിൽ പോകുന്ന സമയമായി. എണീക്കൂ.
ചെരിഞ്ഞിരിക്കുന്നു, കമന്നിരിക്കുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ സമയം കളയണം. പറഞ്ഞോട്ടെ, നോക്കൂ, നിങ്ങളെ കൊണ്ട് ഇത് 2 പ്രോബ്ലം ജയിച്ചിട്ടേ ഞാൻ വിടുള്ളൂ. ഇതൊരു ടെൻഷനല്ലേ? പെട്ടെന്ന് നോക്കിയോ, ഈ ടെൻഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ താഴെയുള്ള മാസ് ഇൻറ്റു ജി എടുക്കണം. ഇതിൻ്റെ താഴെയുള്ള മാസ് എത്രയാ? 5 ഇൻറ്റു ജി. ജി 10 വിചാരിക്കും. ജി 10, അപ്പം എത്ര വരും? 50. ഇത്രയും ക്ലിയർ ആയോ? ഈ ടെൻഷൻ കണ്ടുപിടിക്കണ്ടേ? അതിൻ്റെ താഴെയുള്ള ടോട്ടൽ മാസ് എടുക്കണം. താഴെയുള്ള ടോട്ടൽ മാസ് എത്രയാ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പൊ ടോട്ടൽ മാസ് എത്രയാ? 8 ഇൻറ്റു ജി. ടോട്ടൽ മാസ് ഇൻറ്റു ജി. അപ്പൊ 18 ന്യൂട്ടൺ ആയിരിക്കും. എളുപ്പമുണ്ട്. ഇക്വേഷൻ ഒന്നും വേണ്ട, ഇക്വേഷൻ ഇല്ല, നമുക്ക് ചെയ്യാം. മനസ്സിലായോ വല്ലതും പറഞ്ഞത്? നമ്മുടെ ചെറുക്കൻ ഇപ്പം പറഞ്ഞു തരും. 2 കിലോഗ്രാം 4 കിലോഗ്രാം. ഒന്നും താഴെ ഇടണ്ട, ഇപ്പം തന്നെ നിർത്തിയേക്കാം. ഇത് T1, ഇത് T2, ഇത് T3. പെട്ടെന്ന് പറട്ടെ, ഓരോ വാല്യൂ എത്രയാണ്? പെട്ടെന്ന് പോരട്ടെ. എല്ലാവരും പെട്ടെന്ന് എഴുത്. ഒറ്റ മിനിറ്റ് പോലും ഇല്ല, 30 സെക്കൻഡ് കൊണ്ട് ആൻസർ തീരണം. കഴിഞ്ഞോ? ഇത്ര സമയം മതി ഇതിന്. ഓക്കെ, പോരട്ടെ. T3 60, T2 പറ 100 യൂണിറ്റ് ന്യൂട്ടൺ. ഇതെല്ലാം ഫോഴ്സുകളാണ്. ഓക്കെ, T1 ക്ലിയർ ആയോ ഇല്ലയോ? ചിലർക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും. ടോട്ടൽ മാസ് ആലോചിക്കുക, ഇൻറ്റു ജി. 2 + 4 6, 6 + 6 12, 12 ഇൻറ്റു 120 വരെ അല്ലേ? 120 വരെ, 1200 അല്ല, ശരിയല്ലേ? ടോട്ടൽ മാസ് ഇൻറ്റു 10, അപ്പോൾ 120. ഇവിടെയോ 10 ഇൻറ്റു 10, 100. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. ഇനി പറഞ്ഞ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.